السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين حمدا كثيرا طيبا مباركا لله الواحد القهار المؤمن الجبار المهيمن الغفار غافر ذنب وقابل توب له الكتاب إليه الإياب وعليه الحساب نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون أولئك يسارعون في الخيرات وهم لها سابقون. ആദരണീയരായ വിശ്വാസികളെ, സഹോദരങ്ങളെ, സർവശക്തനും കാരുണ്യവാനും ജഗന്നിയന്താവുമായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നമ്മുടെ മേൽ വർഷിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ ഖുർആനും പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളും അനുസരിച്ച് ജീവിതങ്ങളെ ചിട്ടപ്പെടുത്തി നമ്മെ പിരിഞ്ഞ വിശ്വാസികളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹു അവരുടെ ജീവിതങ്ങളിൽ വന്നുപോയ വീഴ്ചകൾ പുറത്തു കൊടുക്കുകയും കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മയും അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഅ്മിനൂനിൽ നിന്നുള്ള 2 ആയത്തുകളാണ് ഞാൻ എൻ്റെ സംസാരത്തിന്റെ തുടക്കം എന്ന നിലക്ക് ഓതി വച്ചത്. 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 60ഉം 61ഉം ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പോൾ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ആ സന്ദർഭത്തിൽ ഉന്നയിച്ച ഒരു ചോദ്യമുണ്ട്. ആ ആയത്തിന്റെ അർത്ഥം 57-ാമത്തെ ആയത്ത് മുതൽ സത്യവിശ്വാസികളുടെ അടയാളങ്ങളും ലക്ഷണങ്ങളും പറയാണ് വിശുദ്ധ ഖുർആൻ. ഇന്നല്ലദീന ഹും മിൻ ഖശിയത്തി റബ്ബിഹിം മുശ്ഫിഖൂൻ വല്ലദീന ഹും ബിആയാതി റബ്ബിഹിം യുഅ്മിനൂൻ വല്ലദീന ഹും ബിറബ്ബിഹിം ലാ യുശ്രികൂൻ വല്ലദീന യൂതൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ. കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് പരിശുദ്ധ ഖുർആൻ 60-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളുടെ അടയാളങ്ങളിൽപ്പെട്ടതായി വല്ലദീന യൂതൂന മാ ആതൗ, അവർ അല്ലാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ്. അത് ചെലവഴിക്കുന്ന സമയത്ത് വഖുലൂബുഹും വജിലത്തുൻ, അവരുടെ ഹൃദയങ്ങൾക്ക് വിറയലുണ്ടാകും. അന്നഹും, തീർച്ചയായും അവർ ഇലാ റബ്ബിഹിം റാജിഊൻ, അവരുടെ റബ്ബിന്റെ അടുക്കലേക്ക് മടക്കപ്പെടുന്നവരാണ്. ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത് വഹും ലഹാ സാബിഖൂൻ, എല്ലാ നന്മകളിലും ധൃതിപ്പെടുന്നവരാണ് അവർ, തിരക്ക് പിടിക്കുന്നവരാണ് അവർ, അതിനുവേണ്ടി പരസ്പരം മത്സരിക്കുന്നവരുമാണ്. ഇതാണ് ആയത്ത്. ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ സന്ദർഭത്തിൽ ചോദിച്ച ചോദ്യം, അല്ലാഹുവിന്റെ റസൂലേ, അഹും യസ്നൂൻ അഹും യശ്റബൂനൽ ഖംറ
അല്ലാഹുവിന്റെ റസൂൽ എന്തിനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം നന്മ ചെയ്യുന്നതിനു വേണ്ടി മത്സരിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമയത്ത് അവരുടെ ഹൃദയങ്ങൾ വറക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താ? അവർ മുമ്പ് വ്യഭിചരിച്ചിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടോ? അവർ ഹറാമുകൾ എന്തെങ്കിലും ചെയ്തത് കൊണ്ടാണോ? ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ചിന്തിച്ചിട്ടാണോ? തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകളെ പറ്റി ആലോചിച്ചിട്ടാണോ? അവരുടെ ഹൃദയങ്ങൾ വറക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഇബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ അതുകൊണ്ടൊന്നുമല്ല, അബൂബക്കർ സിദ്ദീഖിന്റെ മകളെ അതുകൊണ്ടൊന്നുമല്ല. അവർ വ്യഭിചരിച്ചിട്ടില്ല, അവരാരും മദ്യപിച്ചവരായിരുന്നില്ല. പിന്നെ അവരെന്തുകൊണ്ടാണ്, അവരുടെ ഹൃദയങ്ങൾക്ക് എന്തുകൊണ്ടാണ് വിറയലുണ്ടാകുന്നത്? അവർ ചിന്തിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവർ ചിന്തിക്കുകയാണ്, അല്ലാ യതഖബ്ബലല്ലാഹു മിൻഹു, അല്ലാഹു എങ്ങാനും ഈ ചെയ്യുന്ന കർമ്മം അവരിൽ നിന്ന് സ്വീകരിക്കാതിരുന്നാലോ? അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴിക്കുന്നവരുടെ ഹൃദയങ്ങൾ വറക്കും. എന്താ കാരണം അറിയോ? അള്ളാഹു എങ്ങാനും അത് കബൂൽ ചെയ്യാതിരുന്നാലോ, റബ്ബിന്റെ അടുക്കൽ അത് സ്വീകാര്യമാകാതിരുന്നാലോ? സഹോദരങ്ങളെ, സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ നന്മകൾ എന്തും ചെയ്യുന്ന സമയത്തുണ്ടാകേണ്ടുന്ന ഒരു വിചാരത്തെക്കുറിച്ചാണ്, ഒരു ആലോചനയെക്കുറിച്ചാണ് പരിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണിപ്പറഞ്ഞ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്. നമ്മളൊരല്പം സംതൃപ്തിയോടുകൂടെയാണ്, കുറെയൊക്കെ സന്തോഷത്തോടുകൂടെയാണ്, സമാധാനത്തോടുകൂടെയാണ്, സ്വസ്ഥതയോടുകൂടെയാണ് പരിശുദ്ധ റമദാനിന്റെ സമാപന ദിവസങ്ങളിൽ തിരിഞ്ഞു നിന്ന് നാം നോക്കുമ്പോൾ കഴിഞ്ഞുപോയ ദിവസങ്ങൾ നമ്മൾ കഴിവിന്റെ പരമാവധി നമ്മൾ ഓരോരുത്തരും നമസ്കാരമാണെങ്കിലും സ്വതക്കയാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദിക്റുകളാണെങ്കിലും ജമാഅത്തിൽ പങ്കെടുക്കലായാലും റമദാനല്ലാത്ത സമയങ്ങളിൽ ഉള്ളതിനേക്കാളേറെ ശ്രദ്ധയും സൂക്ഷ്മതയും കാണിച്ചിട്ടുണ്ട് പരിശുദ്ധ റമദാനിൽ. അതിന്റെ ഒരു സ്വസ്ഥതയും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, അല്ലാഹു എങ്ങാനും നോമ്പ് നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യാതിരുന്നാലോ? അല്ലാഹു എങ്ങാനും ഈ വർഷത്തിൽ നാം അനുഷ്ഠിച്ച വ്രതം നമ്മളിൽ നിന്ന് സ്വീകരിക്കാതിരുന്നാലോ? നമ്മുടെ നോമ്പ് റബ്ബിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാതിരുന്നാൽ തീർച്ചയായും രണ്ട് കാര്യമാണ് എനിക്ക് എന്റെ സംസാരത്തിന്റെ തുടക്കം എന്ന നിലക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒന്ന്, മഹാന്മാരായ മുഴുവൻ ആളുകൾ, പ്രവാചകന്മാർ അടക്കമുള്ള മഹാന്മാരായ മുഴുവൻ ആളുകൾ, അവര് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് നന്മ ചെയ്താലും അതിനെ തുടർന്നവർ പ്രാർത്ഥിക്കും, അള്ളാഹു ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. എന്ത് നന്മ ചെയ്യുമ്പോഴും അതിനോടനുബന്ധമായി അവർ പ്രാർത്ഥിക്കും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ ഇത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമയും കഅബാലയും പടുത്തുയർത്തി പരിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിൽ അത് പഠിപ്പിക്കുന്നിടത്ത് കഅബാലയെ നിർമ്മിച്ചിട്ട് ഇബ്രാഹിം അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമയും പറഞ്ഞു, റബ്ബന തഖബ്ബൽ മിന്നാ. വലിയ നന്മയാണ്, മഹത്തായ പുണ്യം അതിനുണ്ട്. അള്ളാഹു ഏറെ പ്രകീർത്തിച്ച സൽക്കർമ്മമാണ് പള്ളി നിർമ്മാണം. പക്ഷെ ആ നിർമ്മാണം നടത്തിയിട്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, തഖബ്ബൽ മിന്നാ, അള്ളാഹുവേ ഈ നന്മയെ ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ, അള്ളാഹു ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. ഈ വർഷത്തെ പരിശുദ്ധ റമദാനിന്റെ വ്രതം, നോമ്പ് അള്ളാഹു നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ അനുഗ്രഹമാണ് നോമ്പ് സ്വീകരിക്കപ്പെടുക, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക. അള്ളാഹു അവൻ പ്രത്യേകം ചില ആളുകളിൽ നിന്നാണ് സ്വീകരിക്കുക എന്ന് പറഞ്ഞു പരിശുദ്ധ ഖുർആനിലൂടെ. ആരിൽ നിന്നാണ് അള്ളാഹു നോമ്പ് സ്വീകരിക്കുക? ആരിൽ നിന്നാണ് അള്ളാഹു വ്രതാനുഷ്ഠാനം സ്വീകരിക്കുക? സൽക്കർമ്മങ്ങൾ അള്ളാഹു ആരിൽ നിന്നാണ് സ്വീകരിക്കുക? ഇന്നമായ തഖബ്ബലുല്ലാഹ്, അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കുക, മിനൽ മുത്തഖീൻ, അള്ളാഹു കർമ്മങ്ങളെ സ്വീകരിക്കുക മുത്തഖികളിൽ നിന്നാണ്
അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മയുള്ള, ചിന്തയുള്ള, പേടിയുള്ള, വിചാരമുള്ള, സൂക്ഷ്മതയുള്ള ആളുകൾ, അവരിൽ നിന്നാണ് അള്ളാഹു സൽക്കർമ്മങ്ങളെ സ്വീകരിക്കുക. ഇന്നമായ അള്ളാഹു സ്വീകരിക്കുന്നത്, കബൂൽ ചെയ്യുന്നത് മിനൽ മുത്തഖീൻ, നമ്മെ നമ്മുടെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും നമ്മുടെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും നോമ്പും പരിശുദ്ധ റമദാനിനോട് അനുബന്ധമായി നാം ചെയ്ത എല്ലാ സൽപ്രവർത്തനങ്ങളും സഹോദരങ്ങളെ അല്ലാഹു നമ്മൾ ഇന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ. വലിയ അവസരമാണ് റമദാനിൽ അല്ലാഹു നമുക്ക് തന്നത്. നമ്മളെക്കാൾ ആബിദുകളായ, അല്ലാഹുവിനെ അങ്ങേയറ്റം ഇബാദത്തെടുക്കുന്നതിൽ ആവേശവും താല്പര്യവുമുള്ള ലക്ഷോപലക്ഷം ആളുകൾ, അവർക്ക് കിട്ടാത്ത അവസരം. നമ്മുടെ മുൻഗാമികളായി നമ്മളെക്കാൾ അല്ലാഹുവിനെ പേടിയുള്ള ഒരു റമദാനിന്റെ 30 ദിവസം കിട്ടിയാൽ പരലോകത്ത് വലിയ സമ്പത്താക്കി അതിനെ മാറ്റാൻ താല്പര്യമുള്ള, ആവേശമുള്ള അനേകം ആളുകൾ, ലക്ഷോപലക്ഷം ആളുകൾ. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം, അവർ മരണപ്പെട്ടു, നമ്മൾ ജീവിച്ചിരിക്കുന്നു എന്നതാണ്. മരണപ്പെട്ടാൽ ഒരു പുഞ്ചിരി നന്മയാണെങ്കിൽ അതുപോലും നിർവഹിക്കാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് തന്ന അവസരമാണ്. അള്ളാഹു അവൻ ഇഷ്ടപ്പെടുന്നവർക്കാണ് അവസരം നൽകുക. അള്ളാഹു ഒരു അടിമക്ക്, ഒരു മനുഷ്യന് അള്ളാഹു നന്മ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചു, അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹുവിനെ കർമ്മനിരതനാക്കും. അള്ളാഹുവിനെ കർമ്മനിരതനാക്കും. സ്വഹാബത്ത് ചോദിച്ചു, കൈഫ യസ്തഅമിൽ? അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹു ഇഷ്ടപ്പെട്ട ഖൈർ ഉദ്ദേശിച്ചയാളെ അള്ളാഹു തന്നെ കർമ്മനിരതനാക്കും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അങ്ങനെ പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബല മൗതി. മരിക്കുന്നതിന് മുമ്പ് അയാൾക്ക് അമൽ സ്വാലിഹാത്തിന് തൗഫീഖ് നൽകലാണ്. എല്ലാ നിലക്കുമുള്ള അവസരങ്ങൾ നൽകലാണ്, അതിന് ആയുസ് നൽകലാണ്, അതിന് ആരോഗ്യം നൽകലാണ്, അതിന് താല്പര്യം നൽകലാണ്, അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കലാണ്. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ അമൽ സ്വാലിഹാത്തിന് അള്ളാഹുകൾക്ക് തൗഫീഖ് നൽകും. അള്ളാഹു നമുക്ക് അവസരങ്ങൾ തന്നതാണ്. അള്ളാഹു നമുക്ക് അവസരങ്ങൾ തന്നതാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും അള്ളാഹു ഇപ്രകാരം അവസരങ്ങൾ നൽകും. അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്കാണ് അവസരങ്ങൾ നൽകുക. റമദാൻ വന്നു എന്നതുകൊണ്ട് മാത്രം അത് അവസരമാകൂല. ഒരു റമദാൻ കടന്നു വരുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലാകണം, അതിന്റെ പ്രാധാന്യം പഠിച്ചിരിക്കണം, അതിലെന്തെല്ലാം നന്മകൾ കൊണ്ട് ധന്യമാക്കാം എന്നുള്ള ബോധം ഉണ്ടാകണം. അത് ചെയ്യാനുള്ള താല്പര്യത്തിന് അതിനാവശ്യമായ ഈമാൻ വേണം, അതിനാവശ്യമായ തഖ്വ വേണം, അതിനാവശ്യമായ റബ്ബിനെ കുറിച്ചുള്ള ബോധം വേണം. ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു ഒരു മനുഷ്യന് തൗഫീഖ് നൽകും. ഇത് അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറ. അള്ളാഹു ഒരു അടിമക്ക് ഖൈർ നൽകാൻ ഉദ്ദേശിക്കുമ്പോ നന്മകൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ, പുണ്യങ്ങൾ ചെയ്യാൻ, സൽപ്രവർത്തനങ്ങൾ അനുഷ്ഠിക്കാൻ, അമൽ സ്വാലിഹാത്തുകൾ നിർവഹിക്കാൻ അള്ളാഹു അയാൾക്ക് അവസരം നൽകും. പരിശുദ്ധ റമദാനിന്റെ രാപ്പകലുകൾ അള്ളാഹു നമുക്ക് തന്ന അവസരമായിരുന്നു. നന്മ ചെയ്യാൻ, പുണ്യങ്ങൾ ചെയ്യാൻ, സുഹൃതങ്ങൾ ചെയ്യാൻ, സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തന്ന വലിയ അവസരമായിരുന്നു പരിശുദ്ധ റമദാൻ. സഹോദരങ്ങളെ, അത് ഉപയോഗപ്പെടുത്തിയവരും നഷ്ടപ്പെടുത്തിയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അത് ഉപയോഗപ്പെടുത്തിയവരും നഷ്ടപ്പെടുത്തിയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പരമാവധി അതിനെ പ്രയോജനപ്പെടുത്തിയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അലംഭാവം കാണിച്ച്, അലസത കാണിച്ച് ഒരു ഒഴുക്കോടുകൂടെ നീങ്ങിപ്പോയവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ശവ്വാലിനെ പോലെ, ശഅബാനിനെ പോലെ റമളാനിനെ കണ്ട ആളുകൾ അല്ല, റമളാൻ പ്രത്യേകമാണ് എന്ന ബോധത്തോടുകൂടെ പരിശുദ്ധ റമളാനിനെ പരിപാലിക്കുന്നവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. വ്യത്യാസമുണ്ട് നമുക്കിടയിൽ. പരിശുദ്ധ റമളാനിനെ പരിഗണിച്ചതിൽ നമുക്കിടയിൽ വ്യത്യാസങ്ങളുണ്ട്. അളവുകളിൽ വ്യത്യാസമുണ്ട്, തോതിൽ വ്യത്യാസമുണ്ട്. റമളാനിന്റെ പ്രധാനുഷ്ഠാനത്തിന് നാം കാണിച്ച ശ്രദ്ധക്കും സൂക്ഷ്മതക്കും താല്പര്യത്തിനും ആവേശത്തിനും എല്ലാം വ്യത്യാസമുണ്ട്. ഒരേ അളവിലല്ല,
ഒരേ അളവിലല്ല, നമുക്കതിന്റെ അളവ് കണക്കാക്കാൻ കഴിയില്ലെങ്കിലും അള്ളാഹു അവന്റെ അധീനതയിൽ, അള്ളാഹുവിന്റെ അധീനതയിൽ, സർവ്വലോകങ്ങളുടെയും അനുഗ്രഹം അള്ളാഹുവിന്റെ അധീനതയിൽ. അള്ളാഹു പറഞ്ഞു നമ്മളോട്, പ്രപഞ്ചത്തിന്റെ നാഥൻ, ലോകാലോകങ്ങളുടെ രക്ഷിതാവ്. അള്ളാഹു പറഞ്ഞു, മനുഷ്യർ ജീവിക്കുന്ന ദുനിയാവിലെ വിഭവങ്ങളും, അള്ളാഹു ദുനിയാവിലെ വിഭവങ്ങൾക്ക് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില കൽപ്പിക്കുമായിരുന്നു. റബ്ബിന്റെ അടുക്കൽ ദുനിയാവിനും അതിലെ വിഭവങ്ങൾക്കും ഒരു കൊതുകിന്റെ ചിറകിന്റെ വില ഉണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഒരു സത്യനിഷേധി അതിൽ നിന്ന് കുടിക്കുമായിരുന്നില്ല. ശുർബത്തമാണ്, ഒരിറക്ക് വെള്ളം, ഒരു മുറുക്ക് വെള്ളം ഒരിക്കലും ഒരു സത്യനിഷേധി ദുനിയാവിൽ നിന്ന് കുടിക്കുമായിരുന്നില്ല. എങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ അടുക്കൽ ദുനിയാവിലും ദുനിയാവിലെ വിഭവങ്ങൾക്കും ഒരു കൊതുകിന്റെ ചിറകിന്റെ അത്ര വിലയും പ്രാധാന്യവും അല്ലാഹു കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരുമിച്ചുകൂടി, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഒരു മൈതാനത്ത് ഒരുമിച്ചുകൂടി അവർക്ക് ആവശ്യമുള്ളതെല്ലാം അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ചോദിച്ചുകൊണ്ടിരുന്നു. അല്ലാഹു പറഞ്ഞു ഖുദ്സിയായ ഹദീസിലൂടെ, മനുഷ്യർ അവർ ചോദിച്ച ആളുകൾക്ക് ചോദിച്ചതെല്ലാം നൽകി. ആരൊക്കെ എന്തൊക്കെ ചോദിച്ചു അതെല്ലാം അവർക്കൊക്കെ നൽകി. എന്നാൽ എന്റെ ഖജനാവിൽ നിന്ന് ആ നൽകൽ കുറവ് വരുത്തുന്നത് എങ്ങനെയാണ്? വലിയൊരു സമുദ്രത്തിൽ സൂചി മുക്കിയാൽ ആ സൂചി പുറത്തെടുക്കുമ്പോ സൂചിത്തലത്തിൽ എത്ര വെള്ളം നഷ്ടപ്പെടുമോ അതുപോലെ ഒരു വലിയ സമുദ്രത്തിൽ സൂചി കൊണ്ടുപോയി മുക്കിയിട്ട് സൂചി അതിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ സൂചിത്തലപ്പ് എത്ര വെള്ളം നഷ്ടപ്പെടുമോ അതുപോലെയാണ് അല്ലാഹുവിന്റെ അധികാരത്തിൽ, അധീനതയിലുള്ള വിഭവങ്ങളിൽ നിന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെട്ടതെല്ലാം നൽകിയാൽ അത്രയാണ് കുറവ് വരുത്തുക. ആ വിഭവങ്ങളുടെ എല്ലാം ആധിപത്യവും അധീശത്വമുള്ള റബ്ബ് വലിയ സന്തോഷമായി എന്നോടും നിങ്ങളോടും പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ മാത്രം പ്രതീക്ഷിച്ചിട്ടാണ് നിസ്കരിക്കുന്നത്, ഞാൻ അതിന് കൂലി തരും എന്ന് പറഞ്ഞില്ല അല്ലാഹു. സക്കാത്ത് കൊടുക്കുന്നവരോട് നിങ്ങൾ എന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് സക്കാത്ത് കൊടുക്കുന്നത്, അതുകൊണ്ട് ഞാനാണ് അതിന് കൂലി തരിക എന്ന് പറഞ്ഞില്ല. ഹജ്ജ് ചെയ്യുന്നവർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്ന വലിയ ത്യാഗമാണ്, അതുകൊണ്ട് അതവർ എന്നെ മാത്രം പ്രതീക്ഷിച്ചാണ് അവർക്ക് ഞാൻ പ്രതിഫലം കൊടുക്കും എന്ന് അല്ലാഹു പറഞ്ഞില്ല. ആരാധനാകർമ്മങ്ങളുടെ കൂട്ടത്തിൽ നോമ്പിന്റെ വ്യത്യാസം മറ്റാരാധനാകർമ്മങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നോമ്പിനുള്ള പ്രത്യേകത. നിങ്ങൾക്കിടയിൽ ഒരു നമസ്കാരക്കാരനായി ഞാൻ അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന രൂപത്തിൽ എന്തെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ നിസ്കരിക്കണം, അപ്പോഴാണ് ഞാൻ നമസ്കാരക്കാരനാവുക. ഹജ്ജ് ചെയ്തവനാകണമെങ്കിൽ മക്കത്ത് പോകണം, ഹജ്ജ് ചെയ്യണം. ദാനധർമ്മം ചെയ്യുന്ന ആളായി ആൾക്കിടയിൽ ഞാൻ അറിയപ്പെടണമെങ്കിൽ, അങ്ങനെ ആളുകൾ എന്നെ പരിചയപ്പെടണമെങ്കിൽ ഞാൻ കൊടുക്കണം, എന്റെ സമ്പത്ത് ഞാൻ ചെലവഴിക്കണം. നോമ്പിന്റെ നിയമനിബന്ധനകളൊന്നും പാലിക്കാതെ നോമ്പുകാരനായി ജീവിക്കാം. നോമ്പിന്റെ നിയമനിബന്ധനകളൊന്നും പാലിക്കാതെ ഒരാൾക്ക് നോമ്പുകാരനായി ജീവിക്കാം. എന്നിട്ടും ഒരാൾ നോമ്പെടുക്കുന്നുവെങ്കിൽ, നോമ്പിന്റെ നിയമങ്ങളൊക്കെ പാലിക്കണമെങ്കിൽ, നോമ്പിന്റെ നിബന്ധനകളൊക്കെ ആളുകൾ പാലിക്കുന്നുവെങ്കിൽ അത് എന്നെ വിശ്വാസമുള്ളത് കൊണ്ടാണ്, എന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്, എന്റെ കൂലി പ്രതീക്ഷിച്ചുകൊണ്ടാണ്, ഞാൻ പരിഗണിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ആളുകൾ നോമ്പെടുക്കുന്നത്. അതുകൊണ്ട് മനുഷ്യർ ചെയ്യുന്ന എല്ലാ നന്മകൾക്കും 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും. എല്ലാ നന്മകൾക്കും നമ്മൾ ഒരു നന്മ ചെയ്യുമ്പോ 10 മുതൽ 700 ഇരട്ടി വരെ അല്ലാഹു പ്രതിഫലം തരും. ഒരു തിന്മ ചെയ്യുമ്പോ ആ തിന്മ ചെയ്ത തിന്മക്കുള്ള ശിക്ഷ മാത്രമാണ് തരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, നിയ്യത്ത് വെച്ചു, പക്ഷെ ചെയ്യാൻ കഴിഞ്ഞില്ല. ആ ഉദ്ദേശത്തിന് അയാൾക്ക് അല്ലാഹു ഒരു ഹസന, ഒരു നന്മ, ഒരു പ്രതിഫലം കൊടുക്കും. അയാൾ ചെയ്താൽ 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം കൊടുക്കും.
എന്നാൽ ഒരു തിന്മ ഉദ്ദേശിച്ചു എന്നതുകൊണ്ട് അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല. അത് ചെയ്താൽ ആ ചെയ്ത തിന്മയുടെ അളവിന് അനുസരിച്ച് എത്രയാണെങ്കിൽ അത്രയാണ് അയാളുടെ ശിക്ഷ ഉണ്ടാവുക. ആ റബ്ബ് നോമ്പിനെ ഈ പ്രതിഫലത്തിന്റെ അളവുകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തി. ഇത് നോമ്പല്ലാത്ത നന്മകൾക്കും പുണ്യങ്ങൾക്കും ഉള്ളതാണ്. നോമ്പ് അതെനിക്കുള്ളതാണ്. അതിന്റെ അളവ് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഞാനതിന് നൽകുന്ന പ്രതിഫലത്തിന്റെ കണക്ക് പറയുന്നില്ല. ഞാനതിന് നൽകുന്ന പ്രതിഫലത്തിന്റെ തോത് നിങ്ങളോട് ഞാൻ വിശദീകരിക്കുന്നില്ല. അളവില്ലാതെ കണക്കില്ലാതെ പരിശുദ്ധ റമദാനിലെ നോമ്പിന് പ്രധാനസ്ഥാനത്തിന് പ്രതിഫലം നൽകും എന്ന് പഠിപ്പിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവ് അളവും കണക്കുമില്ലാതെ നൽകപ്പെടുന്ന നോമ്പുകാർക്ക് നൽകപ്പെടുന്ന പ്രതിഫലം വാങ്ങാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോ അതിന്റെ തുടക്കം മുതൽ നാം കേട്ട ഒരു ശബ്ദമാണ് പാപമോചനവുമായി ബന്ധപ്പെട്ടത്, ഇസ്തിഗ്ഫാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. ജുമുഅ ഖുതുബകളിലാണെങ്കിലും മറ്റ് ക്ലാസുകളിലാണെങ്കിലും ഇസ്തിഗ്ഫാർ, പാപമോചനം ഒരുപാട് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ആവർത്തിക്കപ്പെട്ടാലും ഗൗരവം നഷ്ടപ്പെടാത്തതാണത്. നമസ്കാരം ളുഹർ ജമാഅത്തായി നാം നമസ്കരിച്ചു. അതിന്റെ ആരംഭം മുതൽ, പ്രാരംഭ പ്രാർത്ഥന മുതൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെയൊക്കെ ഇസ്തിഗ്ഫാർ, പൊറുക്കലിനെ തേടുന്നുണ്ട്. നിസ്കാരം അതിന്റെ തുടക്കം മുതൽ അള്ളാഹുവിനോട് ഒരുപാട് പദങ്ങളിലൂടെ അള്ളാഹുവെ പുറത്തു തരണേ എന്ന് പറയുന്നുണ്ട്. റുക്കൂയിലും സുജൂദിലും അത്തഹിയ്യാത്തിലും ഇടയിലിരുത്തത്തിലും എല്ലാം അതിങ്ങനെ ആവർത്തിക്കുന്നുണ്ട്. അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞ് സലാം വീട്ടിയാൽ നമ്മൾ ആദ്യം പറയേണ്ടതെന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്നാണ്. അള്ളാഹു എനിക്ക് പുറത്തു തരണേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരു റമദാനിൽ ജീവിക്കാൻ അള്ളാഹു നിങ്ങൾക്ക് അവസരം നൽകുക. എന്നിട്ട് ആ റമദാൻ കഴിയുമ്പോഴും ചെയ്ത തെറ്റ് ബാക്കിയാവുക. റമദാൻ കഴിയുമ്പോഴും ചെയ്ത തെറ്റ് ബാക്കിയാവുക. 80 വയസ്സായി 20ാമത്തെ വയസ്സിൽ ചെയ്ത തെറ്റ് അതിപ്പോഴും അയാളുടെ അക്കൗണ്ടിൽ അങ്ങനെ തന്നെ കിടക്കുക, മായ്ക്കാതെ മാപ്പ് നൽകപ്പെടാതെ പൊറുക്കപ്പെടാതെ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഓർമ്മയുള്ളതും ഇല്ലാത്തതുമായി, സ്വകാര്യമായതും പരസ്യമായതുമായി നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്ത ഒരുപാട് തിന്മകളുണ്ട്. നമുക്ക് സംഭവിച്ചു പോയ അനേകം തെറ്റുകളുണ്ട്. എണ്ണി തൊട്ടെണ്ണി അവനവന്റെ ജീവിതങ്ങളിലെ സ്വകാര്യതകളിൽ, രഹസ്യങ്ങളിൽ, സാമ്പത്തിക രംഗത്ത്, വർത്തമാനങ്ങളിൽ, ഇടപാടുകളിൽ, ക്രയവിക്രയങ്ങളിൽ, ലൈംഗിക രംഗത്ത്, ജീവിതത്തിന്റെ ഓരോ മേഖലകളും തൊട്ട് എണ്ണിപ്പറഞ്ഞ അല്ലാഹുവിനോട് ക്ഷമ ചോദിക്കാനും മാപ്പപേക്ഷിക്കാനും കരയാനും വിട്ടുവീഴ്ച ആവശ്യപ്പെടാനും അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി, അല്ലാഹുവേ എനിക്ക് വിട്ടുവീഴ്ച നൽകണേ, എന്നെ ക്ഷമിക്കണേ എന്ന് പറയാനുള്ള സമയങ്ങൾ അതിന്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളല്ല. ശവ്വാൽ മാസപ്പിറവിയോടുകൂടെ പെരുന്നാളിന്റെ ആഘോഷങ്ങളായി, പെരുന്നാളിന്റെ ആഹ്ലാദങ്ങളായി. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ഒരാള് എങ്ങനെയാ പെരുന്നാൾ സന്തോഷത്തോടെ ആഘോഷിക്കുക? അല്ലാഹുവിന്റെ റസൂലിന്റെ ശാപമുള്ള നശിച്ചുപോയി എന്ന് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരാള് പെരുന്നാളിന്റെ ദിവസം അയാൾക്ക് എങ്ങനെ സന്തോഷം ഉണ്ടാവുക? ഈമാൻ ഉണ്ടെങ്കിൽ, അല്ലാഹുവിന്റെ റസൂലിനെ പറ്റി അറിയുമെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതിനെ പറ്റി അറിയുമെങ്കിൽ. എന്താ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? റമദാനിൽ ഒരാൾ ജീവിച്ചിട്ട് റമദാൻ കഴിയുമ്പോൾ അയാളുടെ ജീവിതത്തിൽ തെറ്റുകൾ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ, പൊറുക്കപ്പെടാത്ത തെറ്റുകൾ അവശേഷിച്ചാൽ അവൻ നശിച്ചു പോകട്ടെ എന്ന്. സഹോദരങ്ങളെ, എന്ത് തെറ്റ് എത്ര ചെയ്താലും, എന്ത് തെറ്റ് എത്ര അളവിൽ ചെയ്താലും അത് പുറത്തു തരാം എന്ന് പറഞ്ഞ അല്ലാഹു നമ്മുടെ പ്രാർത്ഥനയില്ലാത്തത് കൊണ്ട്, ഇസ്തിഗ്ഫാർ ഇല്ലാത്തത് കൊണ്ട് 100 തവണ ഞാൻ ആവർത്തിക്കുന്നത് പോലെ ഒരു ദിവസം 100 തവണ ഞാൻ അല്ലാഹുവിലേക്ക് പശ്ചാത്തപിക്കുന്നത് പോലെ, പാപമോചനം തേടുന്നത് പോലെ നിങ്ങളും അല്ലാഹുവിനോട് പശ്ചാത്തപിക്കണം, പാപമോചനം തേടണം എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ
റമദാൻ അതിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോ പരിശുദ്ധ റമദാൻ എന്നോടും നിങ്ങളോടും വളരെ ഗൗരവത്തോടെ താക്കീത് ചെയ്യുന്ന ഒരു കാര്യം, അവനവന്റെ ജീവിതങ്ങളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ, കഴിഞ്ഞ പ്രായങ്ങളിൽ, കഴിഞ്ഞ സമയ സന്ദർഭങ്ങളിൽ, അവനവന്റെ വീട്ടിൽ, പരിസരങ്ങളിൽ, കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, അയൽവാസിയോട്, ജ്യേഷ്ഠനോട്, അനുജനോട്, ഉമ്മയോട്, ഉപ്പയോട്, മക്കളോട്, പരസ്പരം നാട്ടിൽ, സംഘടനയിൽ, സഹോദരങ്ങളിൽ, ആദർശ ബന്ധുക്കളിൽ, ആദർശ വിരോധികളിൽ, അഭിപ്രായ വ്യത്യാസമുള്ളവരിൽ ഒക്കെ പരസ്പരം സംഭവിച്ചു പോയ തെറ്റുകൾ, തിന്മകൾ, അബദ്ധങ്ങൾ, ഉപദ്രവങ്ങൾ എല്ലാം ക്ഷമിക്കപ്പെടണം. അതിനാണ് പരിശുദ്ധ റമദാൻ കടന്നു വന്നത്. എല്ലാം പൊറുക്കപ്പെടാൻ, എല്ലാം മായ്ക്കപ്പെടാൻ, അതിനാണ് പരിശുദ്ധ റമദാൻ കടന്നു വന്നത്. അത് സംഭവിച്ചു എന്ന് തന്നെയാണ്, അതിന് സാധ്യമായോ എന്ന് തന്നെയാണ് വലിയ പ്രാധാന്യത്തോടുകൂടെ സഹോദരങ്ങളെ നാം ചിന്തിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പതിവായി നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നു. സ്ഥിരമായി നിങ്ങൾ ചെയ്യുമെങ്കിൽ അതാണ് അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത്. അത് അളവിൽ കുറച്ച് കുറഞ്ഞാലും, ആവേശം കൂടിയിട്ട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറെ ചെയ്യുക, എന്നിട്ട് ഒരു 6 മാസം പിന്നെ ഒന്നുമില്ലാണ്ട് ജീവിക്കുക, പിന്നെ ഇടയ്ക്ക് ഒരു താല്പര്യം കൂടിയിട്ട് വേറെ കുറെ കാര്യങ്ങൾ ചെയ്യുക, പിന്നെ കുറെ കാലം ഒന്നുമില്ലാണ്ട് അങ്ങനെ നടന്നു. അങ്ങനെയല്ല, ചെയ്യുന്ന കാര്യങ്ങളെ, നന്മകൾ, നിങ്ങൾ എന്ത് നന്മകളാണ് ചെയ്യുന്നതെങ്കിൽ തുടർച്ചയായി നിങ്ങൾ ചെയ്യുന്നതിനെയാണ്. അല്ലാണ്ട് റസൂലെ ഞാൻ ഒരു ദിവസം കൊണ്ട് 3 തവണ ഖുർആൻ ഓതി തീർത്തുകൊള്ളാം, ഇല്ല, അല്ലാണ്ട് റസൂൽ അതിന് സമ്മതം കൊടുത്തില്ല. ഒരു ദിവസം കൊണ്ട് 3 തവണ ഞാൻ ഖുർആൻ മുഴുവൻ ഓതി തീർക്കാം, അതിന് സമ്മതമല്ല. ഒരു തവണ അല്ലാണ്ട് റസൂൽ സമ്മതിച്ചില്ല. 2 ദിവസം കൊണ്ട്, 3 ദിവസം കൊണ്ട്, ഒരാഴ്ച കൊണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഈ പ്രായം കഴിഞ്ഞ് വാർദ്ധക്യത്തിലെത്തുമ്പോ ചെയ്യാൻ കഴിയുന്നത് എന്താണെങ്കിൽ അത് മതി. യുവത്വമല്ല, കാലത്തും ശരീരത്തിന് വ്യത്യാസങ്ങൾ വരും, സാഹചര്യത്തിന് വ്യത്യാസങ്ങൾ വരും, ആരോഗ്യത്തിന് വ്യത്യാസങ്ങൾ വരും. മുതിർന്നിട്ടും ചെയ്യാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഖുർആൻ പാരായണത്തിന്റെ കാര്യത്തിൽ ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഓടി തീർക്കണ്ട, അങ്ങനെ ചെയ്യാമെന്ന് പറയുന്നവരോട് വേണ്ട, അത്ര ആവശ്യമില്ല എന്നാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവശ്യപ്പെട്ടത്. ഞാനിത് പറയുന്നത് പരിശുദ്ധ റമദാനായപ്പോ സുന്നത്തുകളുടെ കാര്യത്തിൽ നാം ഏറ്റവും അധികം ശ്രദ്ധിച്ചൊരു കാര്യം രാത്രി നമസ്കാരത്തിന്റെ കാര്യമാണ്. ഇശാ സുബഹ് നമസ്കാരങ്ങൾക്കിടയിൽ ഖിയാമുൽ ലൈൽ വലിയ പ്രാധാന്യമുള്ള ഒരു സുന്നത്താണ്, വലിയ പുണ്യകർമ്മമാണ്. നമുക്ക് ആർക്കും അത് തർക്കമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പാത്രത്തിൽ ഒരു കൂജയിൽ തണുത്ത വെള്ളമെടുത്ത് അത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയിട്ട് വലത് കൈ അതിൽ മുക്കിയിട്ട് അതിൽ നിന്ന് ഒരൽപ്പം വെള്ളം കയ്യിലെടുത്തിട്ട് അവിടെ ഉറങ്ങുന്ന ഭാര്യയുടെ മുഖത്ത് നിങ്ങൾ തെളിച്ച് അവളെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് നിങ്ങളും അവളും രാത്രി നമസ്കാരം നിർവഹിക്കുക. അതിനേക്കാൾ അനുഗ്രഹീതമായ ഒരു കുടുംബം വേറെയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പാത്രത്തിൽ ഒരൽപ്പം വെള്ളമെടുത്ത് ബെഡ്റൂമിലേക്ക് കയറി തന്ന് ഉറങ്ങിക്കിടക്കുന്ന ഭർത്താവിന്റെ മുഖത്തേക്ക് ഒരിക്കൽ തണുത്ത വെള്ളം കൈവെള്ളയിൽ എടുത്ത് തെളിച്ചിട്ട് ഭർത്താവിനെ ഉണർത്തിയിട്ട് അവർ രണ്ടുപേരും രാത്രി നമസ്കാരം നിർവഹിക്കുക. അതിനേക്കാൾ അനുഗ്രഹീതമായ ഒരു കുടുംബം വേറെയില്ല. അതിനേക്കാൾ റഹ്മത്ത് പെയ്യുന്ന, അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് കാരുണ്യം പെയ്തിറങ്ങുന്ന ഒരു കുടുംബം വേറെയില്ല. ഉറങ്ങുന്ന സമയത്ത് എഴുന്നേറ്റത് നമ്മളാണെങ്കിൽ സ്നേഹത്തോടുകൂടെ ഭാര്യ ഉണർത്തി, ഭാര്യയാണെങ്കിൽ വാത്സല്യത്തോടെ സ്നേഹത്തോടെ നമ്മളെ ഉണർത്തി ഒരു ഇബാദത്തിനു വേണ്ടി, രാത്രി നമസ്കാരത്തിനു വേണ്ടി പരസ്പരം പ്രേരിപ്പിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാതിലിൽ പോയി മുട്ടി. അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേൽക്കാൻ വേണ്ടി പറഞ്ഞു, നമസ്കരിക്കും മക്കളെ എന്നാവശ്യപ്പെട്ടു. ആരുടെ വാതിലിലാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരുടെ വാതിലിലാണ് അല്ലാഹുവിന്റെ റസൂൽ മുട്ടുന്നത്? സുബഹി നമസ്കാരത്തിന് പോകാൻ സമയമായി എന്ന് പറയാനല്ല. അല്ലാഹുവിന്റെ റസൂൽ വാതിലിൽ മുട്ടി വിളിക്കുന്നത് രാത്രി നമസ്കാരത്തിന് വേണ്ടിയാണ്, ഖിയാമുൽ ലൈലിന് വേണ്ടിയാണ്. രാത്രിയുടെ അന്ത്യാമത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ നമസ്കരിക്കുന്നതിന് വേണ്ടി എഴുന്നേറ്റപ്പോ അലി ഇബ്നു അബീ ത്വാലിബും ഫാത്തിമ റളിയല്ലാഹു അൻഹയും കിടക്കുന്ന ഭാഗത്തെ വാതിലിൽ മുട്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ അവരെ വിളിച്ചുണർത്തി നമസ്കരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. രാത്രി നമസ്കാരം റമദാനിൽ നാം നിർവഹിച്ചതുപോലെ സഹോദരങ്ങളെ അതല്ലാത്ത സന്ദർഭങ്ങളിലും ഖിയാമുൽ ലൈൽ സത്യവിശ്വാസികൾ
സത്യവിശ്വാസികൾ സുബഹി ജമാഅത്ത് കഴിയുമ്പോഴും വിളക്ക് കത്താത്ത വീടുകളിൽ ജീവിക്കുന്നവരാണ് എന്നല്ല. സുബഹി ജമാഅത്ത് പള്ളികളിൽ നിന്ന് കഴിയുമ്പോഴും വിളക്ക് തെളിയാത്ത വീടുകളിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുന്നവരാണ് സത്യവിശ്വാസികൾ എന്നല്ല. രാവിലെ അന്ത്യയാമങ്ങളിൽ പള്ളികളിൽ നിന്ന് അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം എന്ന് വിളിക്കുന്നതിനും ഒരൽപ്പം മുമ്പ് എഴുന്നേറ്റ് രാവിലെ അന്ത്യയാമങ്ങളിൽ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അവർ അല്ലാഹുവോട് പറയും, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ എനിക്ക് എന്റെ തെറ്റ് പുറത്തു തരണം റബ്ബേ, നാഥാ നീ എനിക്ക് മാപ്പ് നൽകണം നാഥാ എന്ന് പറയുന്നവനാണ്. വബിൽ അസ്ഹാർ, വബിൽ അസ്ഹാർ, അസ്ഹാർ അത്താഴത്തിന്റെ സമയമാണ്, അത്താഴത്തിന്റെ സമയമാണ് അസ്ഹാർ. രാവിന്റെ അന്ത്യയാമമാണ്, 50 ആയത്ത് ഓതാനുള്ള സമയം. അല്ലാഹുവിന്റെ പ്രവാചകൻ രാത്രി നമസ്കരിച്ചിട്ട് സലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ബാങ്ക് പള്ളിയിൽ നിന്ന് കേൾക്കാൻ 50 ആയത്തിന്റെ ദൈർഘ്യം, 50 ആയത്ത് ഓതുന്നതിനുള്ള ദൈർഘ്യം. അതാണ് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നമസ്കാരം കഴിയുമ്പോ പള്ളിയിലെ ബാങ്കുമായി ഉണ്ടായിരുന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. വബിൽ അസ്ഹാർ, ഒരൽപ്പം എഴുന്നേൽക്കുക, ഒരൽപ്പം മുമ്പ്, സുബഹിയുടെ ഒരൽപ്പം മുമ്പ് എഴുന്നേൽക്കുക, രാത്രി നമസ്കാരം നിർവഹിക്കാം. വലിയ ത്യാഗം സഹിച്ചു ആളുകൾ, കിലോമീറ്ററുകൾക്കപ്പുറം യാത്ര ചെയ്തിട്ട് രാത്രി നമസ്കാരം നിർവഹിച്ചു ആളുകൾ. സ്ഥാപനങ്ങളിൽ വലിയ തിരക്കുള്ളപ്പോ ആ തിരക്കിനെ അവഗണിച്ച് ഷട്ടർ താഴ്ത്തി തൊട്ടടുത്ത പള്ളിയിൽ പോയി തറാവീഹിന്റെ ജമാഅത്തുകളിൽ പങ്കെടുത്തു ആളുകൾ. ഖിയാമുൽ ലൈൽ അവസാനത്തെ 10 ദിവസം സമീപത്തെ പള്ളികളിൽ 2 മണിക്ക് എഴുന്നേറ്റ് ആളുകൾ നമസ്കരിച്ചപ്പോ അവരവന്റെ വീടുകളിൽ നിന്ന് 1 മണിക്ക് 1:30 എഴുന്നേറ്റ് വണ്ടിയെടുത്ത് പള്ളിയിൽ പോയി പള്ളികളിലെ ഒരു മാസത്തെ അവസാനത്തെ 10 ദിവസത്തെ രാത്രി നമസ്കാരങ്ങൾ 2 മണിക്ക് 2:30 മണിക്ക് പങ്കെടുത്തു. നമ്മളിൽ കുറെ ആളുകൾ സുന്നത്താണ് എന്നറിഞ്ഞിട്ട്, സുന്നത്താണ് എന്നറിഞ്ഞിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തത്. ആ രാത്രി നമസ്കാരം തറാവീഹോടുകൂടെ തീരുന്ന, പരിശുദ്ധ റമളാനോടുകൂടെ തീരുന്ന ഒന്നല്ല. ആ രാത്രി നമസ്കാരമാണ് തഹജ്ജുദ് എന്ന് പറയുന്നത്. ആ രാത്രി നമസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്ന് പറയുന്നത്. അത് റമളാനിൽ നമസ്കരിക്കുമ്പോഴാണ് ഖിയാമു റമളാൻ ആകുന്നത്. അല്ലാത്ത സമയങ്ങളിലും ആ നമസ്കാരമുണ്ട്. റമളാൻ നമ്മളോട് വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നത് അത് പതിവാക്കണം എന്നാണ്. അല്ലാഹുവിന് അതാണ് ഇഷ്ടം, അല്ലാഹുവിന് അതാണ് ഇഷ്ടം. താൽക്കാലികമായി ഏതെങ്കിലും ഒരു സമയത്ത് വന്നിട്ട് ആവേശം കാണിക്കുന്നവരുടെ പ്രവർത്തനങ്ങളല്ല. ഒരൽപ്പം എണ്ണം കുറഞ്ഞാലും വണ്ണം കുറഞ്ഞാലും അളവിൽ ഒരൽപ്പം കമ്മിയാണെങ്കിലും അല്ലാഹുവിന് ഇഷ്ടം പതിവായി ചെയ്യുന്നതാണ്. രാത്രി നമസ്കാരം പതിവാക്കാൻ, സ്ഥിരമാക്കാൻ. സഹോദരങ്ങളെ, റമദാനിൽ നമസ്കരിച്ചതുപോലെ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ രാത്രി നമസ്കാരം നിർവഹിക്കാൻ. സഹോദരങ്ങളെ, ജമാഅത്ത് നമസ്കാരങ്ങൾ നമ്മളത് സൂക്ഷ്മത കാണിക്കുന്നവരാണ്. ഫർള് നമസ്കാരങ്ങൾ നാം അത് ശ്രദ്ധ കാണിക്കുന്നവരാണ്. ഞാനിവിടെ വളരെ ഗൗരവത്തോടുകൂടെ പറയുന്നത്, ഒരു പക്ഷേ നമ്മളിരിക്കുന്ന ആളുകൾക്കൊക്കെ സുബഹി നമസ്കരിക്കുമ്പോ, ളുഹറിനും അസറിനും മഗ്‌രിബിനും ഇശാഇനും നമസ്കാരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ വലിയ സന്തോഷത്തോടെ, അനുഭൂതിയോടുകൂടെയാണ് നമസ്കാരങ്ങളിൽ നമ്മൾ പങ്കെടുക്കുന്നത്. ഞാനും നിങ്ങളും ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ ഉടമസ്ഥതയിലും അധീനതയിലും, നമ്മുടെ ഉടമസ്ഥതയിലും അധീനതയിലും സ്ഥാപനങ്ങളുടെ മേധാവികളോടല്ല ഞാൻ പറയുന്നത്, കുടുംബങ്ങളുടെ നാഥന്മാരോടാണ്. നമ്മുടെ ഉടമസ്ഥതയിലും അധീനതയിലും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് നാം പണമുണ്ടാക്കി അത് കൊണ്ടുപോയി അന്നാഹാരങ്ങൾ വാങ്ങി പോറ്റുന്ന അവനവന്റെ വീട്ടകങ്ങളിൽ, അവനവന്റെ വീട്ടിന്റെ അകങ്ങളിൽ ഫർള് നമസ്കാരങ്ങൾ പോലും കൃത്യമായി നമസ്കരിക്കാത്ത ആണിനെയും പെണ്ണിനെയും, അത് മകനാകട്ടെ, മകളാകട്ടെ, മരുമകനാകട്ടെ, മരുമകളാകട്ടെ, ഭാര്യയാകട്ടെ, മറ്റാരാകട്ടെ, അവനവന്റെ വീടുകളിൽ ഫർള് നമസ്കാരം പോലും നിർവഹിക്കാത്തവന് അന്നാഹാരങ്ങൾ അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുപോയി അവനെ പോറ്റി അവന്റെ രക്ഷിതാവാതെ വരുന്ന വലിയൊരു ഗതികേടാണ്. അത് വലിയൊരു ദുരന്തമാണ്. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഫർള് നമസ്കാരം ആരെങ്കിലും ഉപേക്ഷിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ. ഫർള് നമസ്കാരം ആരെങ്കിലും ഒഴിവാക്കിയാൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാ, അല്ലാഹുവിന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കി. അള്ളാന്റെ കാവലില്ലാത്തവനെ പോറ്റേണ്ടുന്നത് ഗതികേടാണ്, അത് ദുരന്തമാണ്. നമ്മുടെ ആൺമക്കളെ കുറിച്ച് റബ്ബ് പറയാൻ,
നീ നിന്റെ മകൻ എന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, നിന്റെ മകൾ എന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, നിന്റെ മരുമക്കൾ എന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക, നിന്റെ ഭാര്യ എന്റെ സംരക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. അള്ളാന്റെ സംരക്ഷണമല്ല, പടച്ചോന്റെ കാവലില്ലാത്തവന് കാവൽ നിൽക്കേണ്ടി വരുന്ന, അള്ളാഹുവിന്റെ സംരക്ഷണമില്ലാത്തവന്റെ തണലായി മാറേണ്ടി വരുന്ന ഒരു ഗതികേട്, അവനെ പോറ്റേണ്ടി വരുന്ന ഒരു ഗതികേട്, അവന് വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്ന ഒരു ദുരന്തം അത് നമുക്കുണ്ടായിക്കൂടാ. നാം ചെറിയ പ്രായത്തിൽ നിർബന്ധമാകുന്നതിന് മുമ്പ് നമ്മുടെ മക്കളോട് നോമ്പിന്റെ കാര്യത്തിൽ പ്രേരിപ്പിച്ചവരാണ്. നമുക്കറിയാം, നോമ്പെടുക്കേണ്ടുന്ന പ്രായമല്ലാതെ ഉമ്മ അത്താഴത്തിന് എന്നെ വിളിക്കണം എന്ന് ചെറിയ കുട്ടി ആവശ്യപ്പെട്ടപ്പോ എഴുന്നേറ്റോട്ടെ, അവൻ എഴുന്നേൽക്കട്ടെ, ശീലിച്ചോട്ടെ. തികക്കുകയാണെങ്കിൽ അവൻ വൈകുന്നേരം വരെ തികച്ചോട്ടെ, നോമ്പെടുത്തോട്ടെ. കുറച്ച് വിശന്നാലും ക്ഷീണിച്ചാലും അസർ നമസ്കാരം കഴിഞ്ഞ ഒരു 5 മണി സമയത്ത് അവളുടെ മുഖത്ത് നോക്കുമ്പോ നമുക്കൽപ്പം വേദനയും സങ്കടവും തോന്നിയാലും അള്ളാഹുവിന്റെ കുട്ടിയെ, എന്റെ റബ്ബന്റെ കുട്ടിയെ സ്നേഹിക്കുമല്ലോ, എന്റെ റബ്ബന്റെ കുട്ടിയോട് കാരുണ്യം കാണിക്കുമല്ലോ, അള്ളാഹുവിന്റെ കാവലും അള്ളാഹുവിന്റെ സംരക്ഷണവും എന്റെ കുട്ടിക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷ, അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നമ്മുടെ മക്കൾ ചെറിയ പ്രായത്തിൽ നോമ്പെടുക്കുമ്പോൾ അവർക്ക് നിർബന്ധമാകുന്നതിന് മുമ്പും ആ മക്കളാണ് വളർന്നു വലുതായപ്പോ അവർക്ക് പള്ളിയില്ലാതായി പോയത്. ആ മക്കളാണ് അവർക്ക് വളർന്നു വലുതായപ്പോ അവർക്ക് പടിഞ്ഞാറില്ലാതായി പോയത്. ആ മക്കളാണ് അവർ വളർന്നു വലുതായപ്പോ അവർക്ക് പടച്ചവനില്ലാതായി പോയത്. അവരാണ് പ്രാർത്ഥിക്കാത്തവരായി പോയത്. അതുണ്ടാകരുത് നമ്മുടെ വീടുകളിൽ, സംഭവിക്കരുത് നമ്മുടെ വീടുകളിൽ. സഹോദരങ്ങളെ, വളർന്നു വരുന്ന മക്കളെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കണം. മുതിർന്ന മക്കളെ ഏതെങ്കിലും മക്കൾക്ക് നമസ്കാരത്തിന്റെ കാര്യത്തിൽ അലംഭാവമുണ്ടെങ്കിൽ അടിയന്തരമായ ഇടപെടൽ, വളരെ അടിയന്തരമായ ഇടപെടൽ, മണിക്കൂറുകളുടെ പോലും വ്യത്യാസമില്ലാത്ത വളരെ അടിയന്തരമായ ഇടപെടൽ പാപ്പാന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം, കുടുംബനാഥന്റെ ഭാഗത്ത് നിന്നുണ്ടാകണം. അവനവന്റെ മക്കളോട് താക്കീതോടെ, കാർക്കശ്യത്തോടെ ഒരു ബാപ്പക്ക് മകനോട് പറയാവുന്ന, ഒരു ബാപ്പക്ക് മകനോട് കാണിക്കാവുന്ന ദേഷ്യമുണ്ടോ? ഒരു ബാപ്പക്ക് മകനോട് ഉപയോഗിക്കാവുന്ന താക്കീതിന്റെ സ്വരത്തിന്റെ കട്ടിയും കടുപ്പവും കാഠിന്യവും എത്രയുണ്ടോ അതെല്ലാം ആവേശിച്ച്, അതെല്ലാം സ്വരൂപിച്ച് നമ്മുടെ മക്കളോട് അതീവ ഗൗരവത്തോടുകൂടെ നമസ്കാരത്തിന്റെ കാര്യം സംസാരിക്കണം. ഏതെങ്കിലും കുട്ടി, ആണാകട്ടെ പെണ്ണാകട്ടെ, വീട്ടിലേക്ക് നമ്മൾ കൊണ്ടുവന്ന മരുമകളാകട്ടെ, ആരാവട്ടെ, ആർക്കെങ്കിലും വീഴ്ചുണ്ടെങ്കിൽ കുടുംബനാഥൻ ആ വീട്ടിലേക്ക് കയറി ചെന്ന് അവനവന്റെ കുടുംബത്തോട് സംസാരിക്കണം. നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കണം. 25 വയസ്സോ 30, 35, 40 എത്ര വയസ്സായ മകനാകട്ടെ അടുത്തിരുത്തിയിട്ട് ബാപ്പക്ക് ബാപ്പയുടെ ജീവിതത്തിൽ നിന്നോട് പറയാനുള്ള സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവപ്പെട്ടത്, കഴിഞ്ഞുപോയ പ്രായവും ഇനി ഞാൻ ജീവിച്ചിരിക്കുന്ന അത്ര കാലവും നിന്നോട് പറയാനുള്ള കാര്യങ്ങളിൽ വെച്ച് ഏറ്റവും ഗൗരവപ്പെട്ടത് ഞാൻ നിന്നോട് പറയുന്നു എന്ന ആമുഖത്തോടെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മുടെ കുടുംബത്തെ താക്കീത് ചെയ്യണം നമസ്കാരത്തിന്റെ കാര്യത്തിൽ. കാരണം നിർബന്ധ നമസ്കാരം ഒഴിവാക്കിയവൻ ഫഖദ് ബരിഅ മിൻ ദിമ്മത്തില്ലാഹ്, അള്ളാന്റെ സംരക്ഷണം ഇല്ലാത്തവനാണ്, അള്ളാഹുവിന്റെ കാവലില്ലാത്തവരാണ്, അള്ളാന്റെ സഹായം ഇല്ലാത്തവരാണ്. അങ്ങനെ ഒരു കുടുംബമായി നമ്മുടെ കുടുംബം മാറരുത് എന്ന് ഗൗരവത്തോടുകൂടെ ഞാനും നിങ്ങളും ചിന്തിക്കണം. സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ കടന്നു വന്നപ്പോ നമ്മുടെ കണ്ണുകൾ പല സന്ദർഭങ്ങളിലും ഞാനും നിങ്ങളും കൽപ്പിച്ചു നമ്മുടെ കണ്ണുകളോട് അടഞ്ഞേക്ക് എന്ന്. നമ്മുടെ കണ്ണുകളോട് കൽപ്പിച്ചു നമ്മൾ, അടഞ്ഞോ, തുറക്കണ്ട, അവിടേക്ക് നോക്കണ്ട, അത് കാണണ്ട, അത് ആസ്വദിക്കണ്ട, അത് അനുഭവിക്കണ്ട, അത് കേൾക്കണ്ട, അങ്ങനെ ചിന്തിക്കണ്ട. ഒരുപാട് കൽപ്പനകൾ നമ്മൾ കൊടുത്തു നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും. അരുത്, പാടില്ല, അങ്ങനെ ആവരുത്, ചെയ്യരുത്, നോക്കരുത്, കാണരുത്, കേൾക്കരുത്. ആരും പട്ടാളം ഇറങ്ങി വന്നിട്ട് അത് അവരുടെ ബന്ധുപയോഗിച്ച് നമ്മളോട് കൽപ്പിച്ചതല്ല. നമ്മുടെ മനസ്സിന്റെ പവർ കൊണ്ട്, നോമ്പെടുക്കുന്ന സ്വായിന്റെ നോമ്പുകാരുടെ ഹൃദയത്തിന്റെ കരുത്തുകൊണ്ട് നമ്മുടെ അവയവങ്ങളോട് പട്ടാളച്ചിട്ടയുള്ള അതിശക്തമായ കൽപ്പന നമ്മൾ കൊടുത്തതാണ്. കാണണ്ടാന്ന് നമ്മൾ പറഞ്ഞത്,
കണ്ണിനോട് കാണരുത് എന്ന് നമ്മൾ പറഞ്ഞതാണ്, കേൾക്കരുത് എന്ന് നമ്മൾ പറഞ്ഞതാണ്. ആ നിരോധനാജ്ഞകൾ, കണ്ണിനും കാതിനും നമ്മളെ ഏർപ്പെടുത്തിയ നിരോധനാജ്ഞകൾ, അത് റമദാൻ കഴിയുന്നതോടുകൂടെ തീരുന്ന സാഹചര്യം അതുണ്ടായിക്കൂടാ. എന്തൊരു സംഗതി അരുതെന്ന് നമ്മുടെ കണ്ണിനോട് പറഞ്ഞോ? ഹറാമായ കാര്യങ്ങളാൽ, നിഷിദ്ധമായ കാര്യങ്ങളാൽ കണ്ണിനും കാതിനും മനസ്സിലുമൊക്കെ അള്ളാഹു പറഞ്ഞു, വമിനന്നാസ്, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് മയ്യശ്തരി. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ലുഖ്മാൻ ഓതുമ്പോ 5-6 ആയത്തുകളിൽ നമുക്ക് കാണാം മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് പണം അടച്ചിട്ട്, പണം കൊടുത്ത്, വില കൊടുത്ത് വാങ്ങുന്നവരുണ്ട്. ലഹുവൽ ഹദീസ്, വിനോദങ്ങളെ പൈസ കൊണ്ടുപോയി അടച്ചിട്ട് വിനോദങ്ങളെ വിലക്ക് വാങ്ങുന്ന ആൾക്കാര് മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്തിനാണ്? പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്യാധുനിക സാങ്കേതിക സൗകര്യങ്ങളും സംവിധാനങ്ങളും ആസ്വാദന രീതികളും എല്ലാം ഉണ്ടാകുന്നതിന്റെ നൂറ്റാണ്ടുകൾ മുമ്പ് അങ്ങനെ പറഞ്ഞത് നമുക്കറിയില്ല. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാം, രാക്കഥകൾ അച്ചടിച്ചു വന്ന, റോമിൽ നിന്നും മറ്റുമൊക്കെ അച്ചടിച്ചു വന്ന രാക്കഥകൾ, അത് വാങ്ങി വായിക്കുന്ന ഒരു സമ്പ്രദായം വ്യാപകമായി മദീനയിൽ ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ആയത്തുകൾ അവതരിപ്പിക്കപ്പെട്ടത്. മനുഷ്യരുടെ കൂട്ടത്തിൽ വിനോദങ്ങളെ വില കൊടുത്ത് പണം അടച്ചിട്ട് വിനോദങ്ങളെ പൈസക്ക് വാങ്ങി അത് ആസ്വദിക്കുന്നവർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. എന്താ അങ്ങനെ ചെയ്താൽ? വിനോദം വെറുതെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പണം കൊണ്ടുപോയിട്ട് മാസം മാസം പണം കൊണ്ടുപോയി അടച്ചിട്ട് അങ്ങനെ ആസ്വദിച്ചാൽ അതിന്റെ പ്രശ്നം എന്താ? അള്ളാന്റെ മാർഗത്തിൽ നിന്ന് പഴിച്ചു പോവുകയും അത്തരം കാര്യങ്ങളെയൊക്കെ പരിഹാസത്തോടുകൂടെ നോക്കിക്കാണുന്ന ഒരു മനോഭാവം വരികയും ചെയ്യും. പരിശുദ്ധ ഖുർആൻ പണം കൊടുത്തിട്ട് വിനോദങ്ങളെ വിലക്ക് വാങ്ങി ആസ്വദിച്ചാലുണ്ടാകാവുന്ന ആപത്ത് പറയാം. എന്താ? അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പഠിച്ചു പോവുക, അത്തരം കാര്യങ്ങളോട് ഒരു പരിഹാസ മനോഭാവം ഉണ്ടാവുക. തൊട്ടടുത്തായിട്ട് അങ്ങനെയുള്ള ആളുകൾ, വിനോദങ്ങൾ വില കൊടുത്തു വാങ്ങി ആസ്വദിക്കുന്ന ആളുകൾക്ക് നമ്മുടെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ, നമ്മുടെ ആയത്തുകൾ അവർക്ക് ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അഹങ്കാരത്തോടുകൂടെ അവൻ തിരിഞ്ഞു കളയും. അതവൻ കേട്ടിട്ടില്ലാത്തവനെ പോലെ, അവന്റെ 2 കാതുകളിലും അടപ്പുള്ളതുപോലെ, അവർക്ക് വേദനാജനകമായ ശിക്ഷയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുക. ദുനിയാവിൽ തന്നെ, ഭൗതിക ജീവിതത്തിൽ തന്നെ വിനോദങ്ങളെ വില കൊടുത്തു വാങ്ങി ആസ്വദിക്കുന്ന പ്രവണതയ്ക്ക് മനുഷ്യരുടെ ജീവിതത്തിൽ, മതപരമായവരുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും പ്രകടമായി പറഞ്ഞത്, പള്ളി മെമ്പറിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ പോയിരിക്കുക. പള്ളി മെമ്പറിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ പോയിരിക്കുക. പല ടൈപ്പ് മെമ്പറുണ്ട് ദുനിയാവിൽ, പല കോലത്തിൽ ആളുകൾ ഉപയോഗിക്കുന്ന മെമ്പറുണ്ട്. ഇത് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു വന്ന് കൊത്തി വലിക്കുന്ന രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു പള്ളിയുടെ മെമ്പറിന്റെ മുമ്പിൽ നമ്മൾ പോയിരിക്കുക. അല്ലാഹു അരുതെന്ന് പറഞ്ഞ ഒരുപാട് വിഴുക്കുപാണ്ഡങ്ങളെ കൊണ്ട് ഒതുവെടുത്ത പള്ളിക്കകത്ത് കയറിയിട്ട് അതേപോലെ മാറ്റങ്ങളൊന്നുമില്ലാതെ, ഒരു തീരുമാനത്തിനും വ്യത്യാസങ്ങളില്ലാതെ, ജീവിതത്തിൽ ഒരു വിഷയത്തിനും തിരുത്തലില്ലാതെ, കേട്ട ആയത്തുകളോ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകളോ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട് നടന്ന ഉത്ബോധനങ്ങളോ ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സ്വാധീനവും ചെലുത്താതെ അങ്ങോട്ട് പോയ മനുഷ്യൻ അതേപോലെ ഒരു പരിവർത്തനവുമില്ലാതെ തിരിച്ചു പള്ളിയിൽ നിന്ന് പുറത്തു പോവുക. അഹങ്കാരത്തോടുകൂടെ തിരിഞ്ഞു പോവുക. ഇങ്ങോട്ട് വരുമ്പോ ചെയ്ത കാര്യം അരുതെന്ന് മെമ്പറിൽ പറഞ്ഞപ്പോ തിരിച്ചുപോയി അത് തന്നെ ചെയ്യുന്നവൻ, പള്ളി മെമ്പറിൽ വെച്ച പറഞ്ഞത് അവൻ കേട്ടിട്ടില്ലാത്തവനെ പോലെ, 2 കാതുകളിലും, അവന്റെ 2 കാതുകളിലും മൂടിയുള്ളത് പോലെ. ഇങ്ങനെ ആൾക്കാർ മാറും, ആളുകൾ ഇങ്ങനെ ആയിത്തീരും. അതെന്തുകൊണ്ടാ? പണം അടച്ചിട്ട് പൈസ കൊണ്ട്, അധ്വാനിച്ച പൈസ കൊണ്ടുപോയി കെട്ടിയിട്ട് മാസാമാസം ചെലവാക്കിയിട്ട് വിനോദങ്ങളെ വില കൊടുത്ത് വാങ്ങിയ ആളുകൾ ഒരായത്തും അവരെ സ്വാധീനിക്കൂല.
അവരുടെ മനസ്സിൽ ഒരു മാറ്റവും വരുത്തില്ല. അവരുടെ കാതുകൾക്ക് മൂടി വരും, അവരുടെ ചെവികൾക്ക് അടപ്പെടും. ആയത്തുകൾ അവരെ സ്വാധീനിക്കാത്ത അവസ്ഥയിലേക്ക് അവർ മാറും എന്ന് പരിശുദ്ധ ഖുർആൻ. സഹോദരങ്ങളെ, തീർച്ചയായും പരിശുദ്ധ റമദാൻ ഹറാമുകളെ കുറിച്ച്, ഹറാമുകളെ തൊട്ട് വലിയ രൂപത്തിലുള്ള ഒരു ബോധോദയം നമുക്ക് ഉണ്ടാക്കി പരിശുദ്ധ റമദാൻ. കാരണം എന്താ അറിയോ? വെള്ളം നമുക്ക് കുടിക്കാം, കുലു വഷ്റബു, വെള്ളം കുടിക്കാം, തൊട്ടടുത്ത് വെള്ളമുണ്ട്. ഭക്ഷണം കഴിക്കാം, തൊട്ടടുത്ത് ഭക്ഷണമുണ്ട്. പക്ഷേ ഒരു സമയം മുതൽ ഒരു സമയം വരെ, ഒരു സമയം, നിശ്ചിതമായ ഒരു സമയം മുതൽ ഒരു സമയം വരെ അരുതെന്ന് അല്ലാഹു പറഞ്ഞപ്പോ അത് വേണ്ടെന്ന് വെച്ചു. വെള്ളമുണ്ടായിട്ടും ദാഹമുണ്ടായിട്ടും ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടും വിശപ്പ് നമുക്ക് ഉണ്ടായിട്ടും നാം അത് വേണ്ടെന്ന് വെച്ചു. അല്ലാഹു പറഞ്ഞത് കൊണ്ടാണ്, അല്ലാഹു ആവശ്യപ്പെട്ടത് കൊണ്ട് മാത്രം, അല്ലാഹു നിയമമാക്കിയത് കൊണ്ട് മാത്രമാണ്. തീർച്ചയായും ആ റബ്ബ് തന്നെയാണ് ഹറാമുകൾ ഹറാമായി നിശ്ചയിച്ചത്, അതിനരുതെന്ന് നമ്മളോട് പറഞ്ഞത്. അത് കണ്ണിന്റെ കാര്യത്തിലും കൈകളുടെ കാര്യത്തിലും കാലിന്റെ കാര്യത്തിലും നാവിന്റെ കാര്യത്തിലും ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെ കാര്യത്തിലുമുള്ള വിധികളും വിലക്കുകളും അത് പാലിക്കപ്പെടണം എന്നാണ് നോമ്പ് നമുക്ക് നൽകിയ പാഠം. അത് സൂക്ഷിക്കണമെന്നാണ് നോമ്പ് നമുക്ക് നൽകിയ പാഠം. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ, നാളെ പരലോകത്ത് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർ, അള്ളാഹു പറഞ്ഞില്ലേ രണ്ട് സന്തോഷത്തെ പറ്റി, രണ്ട് സന്തോഷം, നോമ്പുകാരന്റെ രണ്ട് ആഹ്ലാദങ്ങൾ, നോമ്പുകാരന്റെ രണ്ട് ആഹ്ലാദങ്ങൾ. ഒന്നെന്താണ്? നോമ്പുകാരന്റെ ഒരു സന്തോഷം അവൻ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ആഹ്ലാദമാണ്. ആഹ്ലാദം എന്ന് പറഞ്ഞാൽ ദാഹം മാറുമ്പോൾ ഉണ്ടാകുന്ന കേവലമായ ഒരു വികാരമല്ല. നോമ്പെടുത്ത ആള് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആഹ്ലാദം എന്ന് പറയുന്നത്, നോമ്പ് അല്ലാഹു നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നിശ്ചയിച്ച ഒരു കർമ്മമാണ്. ഒരാളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു കർമ്മം. അങ്ങനെ ഒരു കർമ്മം ഞാൻ ഒരു ദിവസം ഒരു നോമ്പ് ഞാൻ ചെയ്ത് പൂർത്തിയാക്കി. 70 വർഷത്തെ വഴി ദൂരം ഞാനും നരകവുമായി ദൂരെയായി. അതാ സന്തോഷം. 70 കൊല്ലത്തെ ദൂരം ഞാനും നരകവും തമ്മിൽ. ഒരു മഗ്‌രിബ് ബാങ്ക് കേട്ടിട്ട് ഞാൻ വെള്ളം കുടിക്കുമ്പോ 70 കൊല്ലത്തെ ദൂരം ഞാനും നരകവും തമ്മിൽ. ആ ബോധമാണ്, വിചാരമാണ്, അറിവാണ് സന്തോഷം പകരുന്നത് വെള്ളം കുടിക്കുന്നതിന്റെ കൂടെ. നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം, നോമ്പുകാരന്റെ രണ്ടാമത്തെ സന്തോഷം റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ ഓരോ കൊല്ലത്തെ ഓരോ നോമ്പും നമ്മളെ സന്തോഷിപ്പിക്കും. നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ റബ്ബിനെ കണ്ടുമുട്ടുമ്പോ ഓരോ വർഷത്തിൽ 50 വയസ്സ്, 60, 80 എത്ര പ്രായമാണോ ആ പ്രായത്തിനൊക്കെ എത്ര വർഷത്തെ എത്ര നോമ്പാണോ സഹോദരങ്ങളെ. ഓരോ ദിവസവും നോമ്പ് തുറന്നപ്പോ ഓരോ നോമ്പും നമ്മളെ സന്തോഷിപ്പിച്ചതുപോലെ നാളെ പരലോകത്ത് റബ്ബിന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഓരോ നോമ്പും നമ്മളെ സന്തോഷിപ്പിക്കും. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോ നാം നിർവഹിച്ച ഓരോ നോമ്പും. അങ്ങനെ സന്തോഷിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ നമുക്ക് ബാക്കിയാക്കി തരുന്നത്, റമദാൻ എനിക്കും നിങ്ങൾക്കും അവശേഷിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനോടുള്ള കടപ്പാടുകളെ കുറിച്ചും കർത്തവ്യങ്ങളെ കുറിച്ചുമുള്ള ഓർമ്മകളാണ്. ഞാൻ എന്റെ റബ്ബിനു വേണ്ടി ചെയ്യേണ്ടുന്ന, അള്ളാഹുവിനെ പ്രീതി ആഗ്രഹിച്ച് ഞാൻ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അതിനെക്കുറിച്ചുള്ള ബോധങ്ങളാണ് പരിശുദ്ധ റമദാനും നോമ്പും നമുക്ക് അവശേഷിപ്പിച്ചു തരുന്നത്. ആ ഓർമ്മകളെ സജീവമാക്കി നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ നോമ്പിന്റെ ചൈതന്യം വരുന്ന റമദാൻ മാസം വരെ കാത്തു സൂക്ഷിക്കാൻ, വരുന്ന റമദാൻ മാസം വരെ ഈ നോമ്പിന്റെ ചൈതന്യത്തോടുകൂടെ ജീവിക്കാൻ, ഈ നോമ്പ് എന്തൊക്കെ പരിശുദ്ധി നൽകിയോ അത് നിലനിർത്താൻ, അത് കളഞ്ഞു പോകാതിരിക്കാൻ, അത് ഉടഞ്ഞു പോകാതിരിക്കാൻ, അത് നശിച്ചു പോകാതിരിക്കാൻ, അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ അതിനുള്ള ഒരു ശ്രദ്ധയും അതിനാവശ്യമായ സൂക്ഷ്മതയും നമ്മളിൽ ഓരോരുത്തരുടെയും ഭാഗത്ത് ഉണ്ടാകണം എന്ന് വളരെ വിനീതമായി ഞാൻ നമ്മളോട് ഓരോരുത്തരോടും ആവശ്യപ്പെട്ടുകൊണ്ടും ഓർമ്മപ്പെടുത്തിക്കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുകയാണ്. സർവശക്തൻ നമുക്ക് അനുഗ്രഹമായി തന്ന പരിശുദ്ധ ഖുർആൻ, ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമദാനിൽ നോമ്പിൽ ഖുർആനിനോട് സാധാരണ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ അടുപ്പവും ബന്ധവും പുലർത്തി ഞാനും നിങ്ങൾ. പരിശുദ്ധ റമദാൻ കഴിയുമ്പോഴും ഖുർആനിനോട് നമുക്ക് അടുപ്പങ്ങൾ ഉണ്ടാവണം. പരിശുദ്ധ ഖുർആൻ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ, ഖുർആനിനെ പരിഗണിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ
നമ്മൾ ഉണ്ടാവണം. പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ കാണാൻ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും റളിയല്ലാഹു അൻഹും രണ്ടാളും കൂടെ ചെന്നു. അവർ രണ്ടുപേരെയും കണ്ടപ്പോൾ ഉമ്മു ഐമൻ കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ പരലോകത്ത് ആദ്യമായി സ്വർഗത്തിൽ കിടക്കുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെന്തിനാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതുകൊണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തല്ല എന്നെ വേദനിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടതോടുകൂടി പരിശുദ്ധ ഖുർആന്റെ അവതരണം നിലച്ചില്ലേ. ഇനി നമ്മളുടെ റബ്ബ് നമ്മളോട് സംസാരിക്കൂലല്ലോ, അള്ളാന്റെ ഒരു വർത്താനം വരൂലല്ലോ, ഇറങ്ങിയതല്ലാതെ അവതരിപ്പിക്കപ്പെട്ടതല്ലാതെ ഇനി അള്ളാഹുവിൽ നിന്ന് ഒരു സന്ദേശവും വരാനില്ലല്ലോ. അതോർത്തിട്ടാണ് ഞാൻ വേദനിച്ചത് എന്ന് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖും ഉമർ ഇബ്നുൽ ഖത്താബും അവരോടൊപ്പം ചേർന്ന് കരഞ്ഞു. മൂന്നാളും കരഞ്ഞു എന്നാണ് ആ സംഭവത്തിലുള്ളത്. പരിശുദ്ധ ഖുർആൻ കേവലമായ ഒരു ആവേശമല്ല, നിത്യജീവിതത്തോട് നിരന്തര ബന്ധമുള്ള, വലിയ അടുപ്പമുള്ള, ജീവിതത്തിന്റെ ഭാഗമായി അവർ കൊണ്ടു നടന്ന, ജീവിതത്തിന്റെ ഭാഗമായി എപ്പോഴും ജീവിതത്തോട് ഒട്ടി നിർത്തി അവർ കൊണ്ടു നടന്നെന്നാണ് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഖുർആൻ നമ്മളോടൊപ്പം ഉണ്ടാവണം. അതുകൂടി റമദാൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന, ഈ കൊല്ലത്തെ പരിശുദ്ധ റമദാൻ കൊണ്ട് പരലോകത്ത് സ്വർഗം വാങ്ങുന്ന, പാപങ്ങളൊക്കെ പൊറുക്കപ്പെടുന്ന, നരകമോചനം ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയും നമ്മുടെ മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. കൂടുതൽ ഈമാനോടെ, കൂടുതൽ തഖ്വയോടെ, കൂടുതൽ സൂക്ഷ്മതയോടെ, ഖുശൂഅോടെ റമദാനിന്റെ അവശേഷിക്കുന്ന മണിക്കൂറുകൾ ചെലവഴിക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിന്റെ പവിത്രതയ്ക്ക് കളങ്കം വരുന്ന, നോമ്പിന്റെ പരിശുദ്ധിക്ക് കളങ്കം വരുന്ന, അതിന്റെ സ്വീകാര്യതയ്ക്ക് കോട്ടം തട്ടുന്ന എന്തെങ്കിലും ന്യൂനതകളും അബദ്ധങ്ങളും പോരായ്മകളും അറിഞ്ഞു അറിയാതെയോ നമ്മളിൽ നിന്ന് വന്നുപോയത് അള്ളാഹു അത് നമ്മൾക്ക് വിട്ടുപുറത്തു തരികയും പരലോകത്ത് മഹത്തായ പ്രതിഫലം നൽകുന്ന കർമ്മങ്ങളായി നമ്മുടെ പ്രധാനുഷ്ഠാനത്തെ, നമ്മുടെ നോമ്പിനെ, ഈ പരിശുദ്ധ റമദാനിനെ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.